ശോ, ഇതിലൊരു ആൻസറും അറിയില്ലല്ലോ. എന്താ ചെയ്യാ? ഇവിടെ ഹൃദയം തകർന്നിരിക്കുന്നവന് വെറും പച്ചവെള്ളം, ചുമ്മാ നോക്കിയിരിക്കുന്നവന് ചായയും വടിയും. എന്താ ടിൻഡു ചുമ്മാ നോക്കിയിരിക്കുന്നത്? ഉത്തരൊന്നും അറിയില്ലേ? അത് ഇതിൽ ഉത്തരം എഴുതാനുള്ള സ്ഥലല്ലേ സാർ? എടാ മണ്ട, ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരം ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കും. അത് എഴുതാനുള്ള സ്ഥലമൊക്കെ അവിടെ ഉണ്ട്. യെസ് ഓർ നോ ആണോ? ഇത് ഞാനൊരു കലക്ക് കലക്കും. ഈ യെസ് ഓർ നോ ഒക്കെ ടിൻഡുമോൻ എത്ര കണ്ടതാ? സാർ കഴിഞ്ഞു. കഴിഞ്ഞോ? ഇത്ര പെട്ടെന്നോ? ഒരു അരമണിക്കൂർ കൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങിയാ മതി. പോയിട്ട് തിരക്കൊന്നും ഇല്ലല്ലോ? സാർ എനിക്ക് ലേശം തിരക്കുണ്ടായിരുന്നു സാർ, ഞാൻ പോയിക്കോട്ടെ. എടാ, ഒരു എക്സാമിന് വന്നാലെങ്കിലും മര്യാദയ്ക്കൊന്ന് ക്ലാസ്സിൽ ഇരുന്നൂടെ? നിനക്കിപ്പോ എന്താ എത്ര വലിയ തിരക്ക്? സാർ എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിൽ പോയിട്ട് കുറച്ചു സമയം വെറുതെ ഇരിക്കണം, ഞാൻ പോയിക്കോട്ടെ. എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇത്തവണ ഞാനൊരു കലക്ക് കലക്കും മോനെ. നീയല്ലേ പറഞ്ഞത് നീ ഒന്നും പഠിച്ചിട്ടില്ല, എന്നത്തെയും പോലെ ഇത്തവണയും തോറ്റു തൊപ്പിയിടുമെന്ന്. എക്സാം തുടങ്ങുന്നത് വരെ ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നത്. എക്സാം തുടങ്ങിയപ്പോഴല്ലേ ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. അതെന്ത് സത്യം? എടാ, എക്സാം യെസ് ഓർ നോ ടൈപ്പിലായിരുന്നില്ലേ? എടാ മണ്ട, യെസ് ഓർ നോ ആണെങ്കിലും ഉത്തരം അറിയാതെ എങ്ങനെ എഴുതുക? അതിനല്ലേ ഈ 1 രൂപ നാണയം. ഞാൻ ടോസ് ഇട്ട് നോക്കി. ഹെഡ് ആണെങ്കിൽ ഉത്തരം യെസ്, ടെയിൽ ആണെങ്കിൽ ഉത്തരം നോ. കഴിഞ്ഞ ഓണ പരീക്ഷയ്ക്ക് ചിഞ്ചു ഇതുപോലെ ടോസ് ഇട്ട് എഴുതിയിട്ടേ മൊത്തം തെറ്റായിരുന്നു. എടാ, ചിഞ്ചുവിനെ പോലെ മണ്ടനല്ലേ ഈ ടിൻഡു. ഞാൻ ഉത്തരങ്ങളെല്ലാം ശരിയാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷമാ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയത്. ഓ, അപ്പൊ നീ അടുത്തുള്ളവന്റെ പേപ്പർ നോക്കി എഴുതിയതാണല്ലേ? ഒന്ന് പോടാർന്ന്. കോപ്പി അടിക്കാനൊന്നും ഈ ടിൻഡു പോനെ കിട്ടില്ല. പിന്നെ എങ്ങനെയാടാ ടോസ് ഇട്ടിട്ട് എഴുതിയ ഉത്തരം ശരിയാണെന്ന് മനസ്സിലായത്? എഴുതിയ ഉത്തരങ്ങളെല്ലാം ശരിയാണോ എന്ന് അറിയാനേ ഞാൻ വീണ്ടും ഒരു ടോസ് ഇട്ട് നോക്കി. എല്ലാം കറക്റ്റ് ആയിരുന്നു. Tinderman rocks, D&D rocks.